അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു ഒരു യാത്ര പോകുമ്പോ ഒരാൾ കൂടെ വന്നിട്ട് ചോദിച്ചു, നബിയെ ഞാനും വരുന്നു, കൊണ്ടുപോകും, എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഈസാ നബി പറഞ്ഞു, കൂടിക്കും, എന്റെ കൂടെ കൂടിക്കൊള്ളാൻ പറഞ്ഞു. നടന്നൊരു ഗ്രാമത്തിലെത്തി. ഒരു ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോ അവിടെയുള്ള ആൾക്കാര് 3 ചപ്പാത്തി എടുത്ത് പൊതിഞ്ഞിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പോകുന്ന വഴിയിൽ തിന്നാൻ വെച്ചോളാൻ. എന്റെ പ്രിയമുള്ളവരെ, ഈ മനുഷ്യനാണെങ്കിൽ ഈ 3 ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് സ്വന്തമായിട്ട് അങ്ങ് തിന്നു. നബി കാണാതെ തിന്നു. എന്നിട്ട് 2 എണ്ണം കയ്യിൽ മടക്കി വെച്ചിരിക്കാം. നടന്നു പോയപ്പോ ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നു? 2 എണ്ണമേ തന്നുള്ളൂ നബിയെ. അപ്പൊ ഈസാ നബി ചോദിച്ചു, 3 തന്നില്ലേ? ഇല്ല നബിയെ, 2 തന്നുള്ളൂ, സത്യമായിട്ട് 2 തന്നുള്ളൂ. ഈസാ നബി ഒന്നും മിണ്ടിയില്ല. നടന്നൊരു സ്ഥലത്തെത്തിയപ്പോ ഒരു സമുദ്രത്തിന്റെ മുന്നിലെത്തി. ഈ മനുഷ്യൻ ചോദിച്ചു, ഇനി നമ്മളിപ്പോ എങ്ങനെയാ പോകാം? ഈ വെള്ളം കടന്നു പോകണ്ട, സമുദ്രം താണ്ടി പോകണ്ടേ? പോകാനൊരു സജ്ജീകരണമില്ലല്ലേ, എങ്ങനെ പോകും? ഈസാ നബി പറഞ്ഞു, നീ എന്റെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ഈസാ നബി കയ്യിൽ കയറി പിടിക്കാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ പിടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയി. റോഡിലൂടെ നടന്നു പോകുന്നത് പോലെ സമുദ്രത്തിന്റെ മുകളിലൂടെ നടന്നുപോയി. നടന്ന് അക്കരയിലെത്തിയപ്പോ ഈ മനുഷ്യൻ പറയുന്നു, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് നബിയെ, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാന്നൊക്കെ വെച്ചാ പടച്ചോനെ ചില്ലറ കാര്യമാണോ? സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമാണ്. ഇങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ഈസാ നബി ചോദിച്ചു, എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണമേ തന്നുള്ളൂ നബിയെ. എടാ, വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്ത് അവൻ അപ്പോഴും തിരികണില്ല. ഈ നബിക്ക് അറിയാന്ന്. എടാ, എത്ര തന്നു? 2 തന്നുള്ളൂ നബിയെ. ഒന്നും മിണ്ടിയില്ല. നടന്നൊരു സ്ഥലത്തെത്തി. അല്ലാഹുവേ, 2 പേർക്കും വിശന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു മാനിനെ പിടിച്ചു, അറുത്തു, ചുട്ടു തിന്നു. എന്നിട്ട് എല്ലുകൾ മുഴുവനും വാരി വെച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാം അതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോ മാൻ എഴുന്നേറ്റ് പോയി. അപ്പോഴിവൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, പടച്ചവനെ എന്തൊരു അത്ഭുതം, പടച്ചവനെ തിന്ന ആ ജീവിതാ പോകുന്നു. അപ്പോഴും ഈസാ നബി ചോദിച്ചു, എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണേ തന്നുള്ളൂ നബി. 2 തന്നുള്ളൂ. ഈസാ നബി ഒന്നും മിണ്ടിയില്ല. നടന്ന് മരുഭൂമിയിലെത്തി. ഈസാ നബി അലൈഹിസ്സലാം മണ്ണിങ്ങനെ വാരി കൂട്ടി. 3 കൂന. ഇവനോട് പറഞ്ഞു 3 കൂന കൂട്ടാൻ. 3 പ്രാവശ്യം മണ്ണ് വാരി ഇങ്ങനെ കൂട്ടി വെച്ചു. ഈസാ നബി അതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ല പറഞ്ഞപ്പോ 3 സ്വർണ്ണ കട്ടയായി മാറി. ഈസാ നബി അലൈഹിസ്സലാമിനോട് ഇവൻ ചോദിച്ചു, നബിയെ, നമ്മൾ 2 പേരും ഉണ്ട്, 3 സ്വർണ്ണക്കട്ട എന്തിന്? ഈസാ നബി പറഞ്ഞു, 1 എനിക്ക്, 1 നിനക്ക്. 1 എനിക്ക്, 1 നീ എടുത്തു. അപ്പൊ ഇവൻ ചോദിച്ചു, ഈ മൂന്നാമത്തതോ? അത് അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 എണ്ണം തിന്നവനുള്ളതാ. ഉടനെ ഇവൻ പറഞ്ഞു, വല്ലാഹി സത്യ നബിയെ, ഞാനാ തിന്നത്. അവിടെ നിന്ന് 3 എണ്ണം തന്ന നബിയെ, ഞാനാ തിന്നത്. ദുനിയാവ് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, നീ 3 എടുത്തു, എനിക്ക് വേണ്ട. 3 നീ എടുത്തു. ഇതാ അവസ്ഥ. ചരിത്രം പരിപൂർണമായി പറയാം. അവസാനം ഈസാ നബി അങ്ങോട്ട് പോയപ്പോ 3 ചെറുപ്പക്കാർ കുതിരയുടെ മുകളിൽ ഇങ്ങോട്ട് വരിക. 3 സ്വർണ്ണക്കട്ട ഇരിക്കുന്നു, ഒരുത്തനും ഇരിക്കുന്നു. 3 പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നു. 3 പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നു. എന്നിട്ട് സ്വർണ്ണക്കട്ട പാക്കറ്റാക്കി വെച്ചിട്ടിരിക്കുക. അപ്പോഴും വിശക്കുന്നു. ഒരാള് പോയി ഭക്ഷണം വാങ്ങിയിട്ട് വാ, ഞങ്ങൾ 2 പേരും ഇവിടെ കാവലിരിക്കാം. കൂട്ടത്തിൽ ഒരുത്തൻ ഭക്ഷണം വാങ്ങാൻ പോയി. അവൻ കുതിരയുടെ മുകളിൽ കയറി അങ്ങോട്ട് പോയപ്പോ ഇവിടെ ഇരുന്ന 2 പേരിൽ ഒരുത്തൻ പറഞ്ഞു, ഇവൻ ഭക്ഷണവുമായിട്ട് തിരിച്ചു വരുമ്പോ ഇവനെ കൊന്നുകളഞ്ഞാൽ നമുക്ക് ഇവന്റേത് കൂടെ 50-50 എടുക്കാമല്ലോ. അവനെ അങ്ങ് കൊന്നുകളഞ്ഞാൽ ഈ ഇരിക്കുന്നത് നമുക്ക് 2 പേർക്കും പകുതി എടുക്കാമല്ലോ. എന്തിനാ അവന് കൊടുക്കണേ? ഇവർ 2 പേരും കൂടെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ ഇവന്റെ വാപ്പ പഠിച്ച സ്കൂളിൽ ആളായിരുന്നു അവൻ അങ്ങോട്ട് പോയപ്പോൾ ചിന്തിച്ചു, ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുത്ത ഇവന്മാർ 2 പേരും ചാവുമല്ലോ, എനിക്ക് 3 കൂടെ ഒറ്റയ്ക്ക് എടുക്കാമല്ലോ. മനസ്സിലാക്കിയോ? എന്തിനാ അവന് കൊടുക്കുന്ന 3 എനിക്കെടുക്കാമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, അവസാനം അവൻ ഭക്ഷണത്തിൽ വിഷം കലക്കി തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോ 2 പേരും കൂടെ അവനെ തല്ലിക്കൊന്നു. എന്നിട്ട് ഇവര് ഭക്ഷണം കഴിച്ച് ഇവന്മാരും ചത്തു, 4 പേരും ചത്തു. സ്വർണം അവിടെ ബാക്കിയായി. ദുനിയാവിന്റെ പുറകിൽ പോകുന്നവന്റെ അവസ്ഥ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതലൊന്നും നിറഞ്ഞടക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു പണം തന്നത് നിന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ടല്ല വാപ്പ, നീ തെറ്റിദ്ധരിക്കരുത്. നീ വിചാരിക്കുന്നത് നീ തൊടുന്നതെല്ലാം പൊന്നാക്കി തരുന്നത് അള്ളാഹ്ക്ക് നിന്നോട് എന്തോ പ്രത്യേക ഇഷ്ടം. ഇല്ല മനുഷ്യ, അള്ളാഹ് നിന്നെ പരീക്ഷിക്കാൻ അള്ളാഹ് ഇതൊക്കെ നിനക്ക് തന്നത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ